ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ചേച്ചിയുടെ അവിടെയൊക്കെ വന്നിട്ട് ഡേ 2 ആണ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ബഫറ്റ് ഉണ്ട്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബഫറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ്. ഈ ഊട്ടി റെഡി ആയിട്ടുണ്ട്. ദാവിനെ റെഡിയാക്കണം, എബിയ ചേച്ചന് റെഡി ആകണം. ദാവി എബിയ ചേച്ചനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, മുടിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് ടോബി കാർവറി എന്നല്ലേ, ടോബി കാർവറി എന്നാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിഷ്വൽസ് കാണിച്ചു തരാം. കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കുട്ടി ഞങ്ങൾ എടുത്തു ഓണക്കോടിയായതേ. ഇന്നലെ ഇട്ടിട്ട് ഇത് ഊരിയിട്ടില്ല, ഉറങ്ങാതെ ഊരി വീണ്ടും അതെൻ്റെ എടുത്തിട്ട് അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ദാവി റെഡി ആയിട്ടുണ്ട്, ഈ ഊട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ എവിടെ പോവാ? ചേച്ചി റെഡി ആയി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. Hi guys, so welcome to my YouTube channel, and this is all my house, and we got some butterflies things, and these are so ഇതെന്താ പേരാണ്. സോ ഇത് ഇവിടെ നിൽക്കുന്ന സ്നേഹം. So ഇവിടെ നിൽക്കുന്ന സ്നേഹമാച്ചി എപ്പോഴാച്ചനുമാണ് ഇവിടെ നിൽക്കുന്നത്. So I'm a little bit nervous. He gave me the phone to do my own vlog. This was my birthday. I was excited. So now first excited that Gian. Excited അല്ലായിരുന്നു. സോ ഇപ്പം അവിടെ പുറത്ത് പോവാം. സോ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ബ്രദർ ദാവി. സ്നാപ്ചാറ്റ് എനിക്ക് ഫോൺ തന്നു ഞാൻ തന്നെ വ്ലോഗ് ചെയ്യാൻ. So guys, today we are going to Harry Potter Museum. So guys, ഈ ഊട്ടി വ്ളോഗ് ചെയ്തത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്. അതെന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്തായാലും അവൾ പറഞ്ഞ പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ ഒരു മ്യൂസിയത്തിൽ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ വന്നത് ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ടോബി കാർവറിലാണ്. അവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ വെജിറ്റബിൾസ് സോട്ട് ചെയ്തതും പാൻ കേക്ക്സും ബേക്കണും പിന്നെ ബ്രെഡ്, ജാം, എബിയ ചേച്ചൻ ഈ കഴിക്കുന്ന യോർക്ക്ഷയർ പുഡിംഗ്, സോസേജ്, അങ്ങനെ ഒത്തിരിയധികം ഓപ്ഷൻസ് അന്ന് അവൈലബിൾ ആയിരുന്നു. അതെല്ലാം വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ മ്യൂസിയത്തിലോട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു. ദാവിക്ക് അത്യാവശ്യം വയ്യാത്ത കാരണം അവൻ നല്ല വഴക്കായിരുന്നു. അതുകൊണ്ട് അവനെ കാട്ടും കൊടുത്ത് നമ്മൾ ഒതുക്കേണ്ടി വന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മ്യൂസിയത്തിൽ. നമ്മളിവിടെ ലിങ്കൺഷെയറിൻ്റെ മ്യൂസിയം കാണാൻ വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ. അതുകൊണ്ട് ഊട്ടിയുണ്ട് സ്നേഹമാച്ചിയുടെ കൂടെ. ദാവിയും ബിയച്ചേച്ചൻ ഫ്രണ്ടിൽ പോകുന്നു. റിസപ്ഷനിൽ പോകണം.
അപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന ഈ ലിങ്കൺഷയറിൻ്റെ മ്യൂസിയം എന്ന് പറയുന്നത് 1850s ഇവർ ഫ്രാൻസ് ഇവരെ ഇൻവേഡ് ചെയ്യും എന്നുള്ള പേടിച്ചിട്ട് ഇവർക്കൊരു മിലിറ്ററി ഗ്രൂപ്പ് ഇവർക്ക് ഫോം ചെയ്യണമായിരുന്നു ബ്രിട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ബ്രിട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങാണിത്. ഇവിടെ 1857 തൊട്ട് മിലിറ്ററി ട്രെയിനിങ്ങും മിലിറ്ററി ആൾക്കാരെ താമസിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ 1857 തൊട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ടൊരു 1901 ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഈ ബിൽഡിംഗ് യൂസ് ഇല്ലാത്ത രീതിയിലായി. അത് കഴിഞ്ഞിട്ട് ഒരു 1920s ആ ഒരു ടൈമിലാണ് ഇതിനെ മ്യൂസിയം ആക്കി മാറ്റിയത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് പോയിട്ട് ഇതിൻ്റെ അകത്തെ ഇതൊക്കെ കാണാം. ഈ മ്യൂസിയത്തിൽ കൂടുതലായിട്ടും പണ്ട് ഇവിടെയുള്ളവർ താമസിച്ചിരുന്നവർ എങ്ങനെയായിരുന്നു അവർ ജീവിച്ചത്, അന്ന് അവർ യൂസ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണ്, അന്നത്തെ ഒരു വീട് എങ്ങനെയായിരിക്കും, അന്നത്തെ ഒരു ബെഡ്റൂം എന്ത് സ്റ്റൈലിലായിരുന്നു, അന്നത്തെ കിച്ചൺ എങ്ങനെയായിരുന്നു, അവർ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന അന്നത്തെ ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന പല മെഷീൻസും പാത്രങ്ങളും യൂട്ടൻസിൽസും അങ്ങനെയൊക്കെ ഉള്ളൊരു മ്യൂസിയം ആയിരുന്നു ഇത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പോർക്കും ബീഫും ഒക്കെ മിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെഷീൻസാണ്. അങ്ങനെ അവരുടെ ഒരു കിച്ചണാണ് കാണുന്നത്. പണ്ടത്തെ കാലത്തെ ഒരു കിച്ചൻ്റെ ഒരു മോഡലും. നേരത്തെ കണ്ടത് ബെഡ്റൂമാണ്. ആ ബ്ലാക്ക് കാണുന്നത് പഴയ കാലത്തെ ഓവനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ കൂടുതലായിട്ടും അവർ കാണിച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെ ഭരണികളും പാത്രങ്ങളും അങ്ങനെയെല്ലാം. ഒരു സെക്ഷൻ മൊത്തം പണ്ടത്തെ റൂം, പണ്ടത്തെ കിച്ചൺ, അതായത് വിക്ടോറിയൻ കാലത്തെ വിക്ടോറിയൻ കിച്ചൻ്റെ നമ്മുടെ തയ്യൽ മെഷീനല്ലേ ആയിരിക്കുന്നത്. അതൊക്കെ ഇവിടുന്ന് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അന്നത്തെ ഒരു ഡൈനിങ് റൂം എങ്ങനെയാണ്, പിന്നെ ഇവിടെയുള്ളവർ കൂടുതലും ഹോഴ്സസിനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോഴ്സസിനെയൊക്കെ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്, അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ പഴയ ടൂൾസ്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇവിടെ നല്ല രീതിയിൽ അവർ സൂക്ഷിച്ച് ആ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ അവരത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് വാനൊക്കെ ഉണ്ട്. ഇതുണ്ട് തുണി അലക്കുന്നത്. നമ്മുടെ നാട്ടിൽ കല്ലിലൊക്കെ ഫോൺ വാഷിംഗ് ലോണ്ടറി സത്യമല്ലേ. റബ്ബർ ഷീറ്റാണത്. പിന്നെ ഇത് ഉണക്കുന്നതായിട്ട് തേക്കുന്ന പ്രിന്റിംഗ് മെഷീനാണ്. അത് വെച്ച് എന്ത് ചെയ്യും? അന്നത്തെ സോപ്പ് ഉണ്ടോ, സൺലൈറ്റ് ഇത് വെള്ളമല്ലേ, വെള്ളത്തിൻ്റെ ടാങ്ക്. സൂപ്പർ. Contains items which would have been made by a sand of harmless like of this. കാലത്ത് കുഴപ്പിക്കുന്നില്ല. ലാടമാണ്. മ്യൂസിയമാണ്. വിക്ടോറിയൻ കാലത്തെ വീടും അന്നത്തെ അവരുടെ ജീവിത രീതികളും അന്ന് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പം ബ്രിട്ടീഷുകാർ പല കൺട്രീസിനെ ഇൻവേഡ് ചെയ്ത് അവിടെ ഭരിച്ചിരുന്ന സമയമുണ്ടല്ലോ. ആ ഭരിച്ചിരുന്ന സമയത്ത് അവർ ഓരോ കൺട്രീസിലും യൂസ് ചെയ്തിരുന്ന ഓരോ സാധനങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ മെഡൽസും ഇതൊക്കെയാണ്. ഹിസ്റ്ററിയിൽ പണ്ടേ വീക്കായത് കാരണം ഇതിനെക്കുറിച്ച് നല്ല രീതിയിലൊന്ന് പറഞ്ഞു തരാനൊന്നും എനിക്കറിയത്തില്ല. അവിടെ എഴുതി വെച്ചൊക്കെ ഞാൻ അന്ന് വായിച്ചെങ്കിലും ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ഓർമ്മ വരുന്നില്ല. എന്തായാലും ഇതെല്ലാം പല രാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോഴുള്ള സാധനങ്ങളാണ്.
കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഒരു യുദ്ധം നടക്കുന്ന ഒരു പ്രതീതിയിലുള്ളൊരു ടാബ്ലോ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ ഓഡിയോ ക്ലിപ്പും എന്താണ് എന്നുള്ളതെല്ലാം പറയുന്നുണ്ടായിരുന്നു. ജർമ്മനിയിൽ നടന്ന എന്തോ ഒരു സംഭവമാണ് ഇതിൽ പറഞ്ഞിരുന്നത്. എനിക്കത് ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഇവർ എക്സിബിറ്റ് ചെയ്തേക്കുന്ന ആ ഒരു രീതിയെല്ലാം അടിപൊളിയാണ്. അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് പറയാം. The Victoria Cross. In fact, the Victoria Cross now the house at the side sort of our house. എന്ത് ഒന്നൂടെ പറ. അല്ല പറഞ്ഞോ. Interact with the Victoria Cross medal by looking at the sign through our dams. Moving to position 123-460 now. Echo Tango, April 12:30 hours. Heavy enemy shelling. Request immediate air support. Repeat, heavy enemy shelling. Request immediate air support. Over. പണ്ട് യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വയർലെസ് സെറ്റാട്ടോ. അതിനകത്തൊരു എമർജൻസി മെസ്സേജ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല മോഡലുള്ള വെഹിക്കിൾസിൻ്റെ മോഡൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈക്കിൾ കണ്ടോ? ഈ സൈക്കിൾ ഞാൻ ഏതോ ഒരു സിനിമയിൽ ദിലീപ് ഓടിച്ച പോലെ എനിക്കൊരു ഓർമ്മ. ഫ്രണ്ടിലൊരു വലിയ വീലും ബാക്കിലൊരു കുഞ്ഞു വീലും. സിയുടെ മൂസയിലാണോ ദിലീപ് ഈ സൈക്കിൾ ഓടിക്കുന്നത്? ദിലീപാണ് ഓടിച്ചത്, പക്ഷേ ഏത് സിനിമയാണെന്ന് ഓർമ്മയില്ല. പണ്ട് കുട്ടികൾ യൂസ് ചെയ്തിരുന്ന സൈക്കിളും പിന്നെ അവരുടെ ട്രാമ്പിൻ്റെ ഒക്കെ മോഡലാട്ടോ ഇത്, ബേബീസിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ബൈക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏതോ ഒരു മലയാളം സിനിമയിൽ ജനാർദ്ദനൻ ഇതുപോലെ ആ സൈഡിൽ ഇപ്പോൾ ആ കാർ വരും, ആ സൈഡിൽ കാണുന്ന കാറിലോട്ട് കാർ ഓടിച്ച് വരുന്നൊരു സിനിമയുണ്ട്. അത് ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഈ കാർ നമ്മുടെ ഒത്തിരി മലയാളം മൂവീസിൽ കാണിക്കാറുണ്ട്. ഈ വലിയ വണ്ടി എന്താണെന്ന് മനസ്സിലായോ? ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇത് മരിച്ചു കഴിഞ്ഞ ആളുകളെ പണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ വലിയ നല്ല നല്ല നീളമുള്ള കാറുകളാണ് മരിച്ചു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുപോകുന്നത്. പക്ഷെ പണ്ട് യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തത്. ഇത് റോയൽ ലുക്കാണ് ഈ ഒരു വണ്ടിക്ക്. നല്ല രസമുണ്ട് കാണാൻ. ഒരു ട്രെയിൻ ഉണ്ട് അപ്പുറത്ത്.
എല്ലാ മെഷീനുകളെക്കുറിച്ചും വണ്ടികളെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറഞ്ഞാലും എനിക്കറിയത്തില്ല. കാരണം ഇത് മൊത്തം നിന്നൊന്ന് വായിക്കാൻ എൻ്റെ മോനിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മെഷീൻ കണ്ടോ, ഇത് പണ്ട് വീറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതല്ല കേട്ടോ ഈ പുറകെ കാണുന്നത്, ഈ റെഡ് കളറിലെ മെഷീൻ, അത് പണ്ട് ഇവർ വീറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊയ്ത് കഴിയുമ്പോൾ വീറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനാണ്. വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോതമ്പ്. അപ്പോൾ ഗോതമ്പ് സെപ്പറേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത്. എനിക്ക് എല്ലാ മെഷീനുകളെക്കുറിച്ചും പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷെ എല്ലാം ഒന്നും എനിക്ക് വായിക്കാൻ പറ്റിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാവിക്ക് വയ്യാഞ്ഞതുകൊണ്ട് അവൻ ഭയങ്കര വഴക്കായിരുന്നു. കുറേയൊക്കെ എല്ലാം ചുറ്റി കണ്ടു, എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. അത്രയും നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കൊയ്ത് മറിക്കാനുള്ള മെഷീനാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. പിന്നെ കുറച്ച് ട്രെയിനിൻ്റെ എൻജിൻസൊക്കെ ഇവിടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു വിഷ്വൽ ട്രീറ്റായിരുന്നു ലങ്കൻഷയർ മ്യൂസിയം. ഇവിടെ അത്യാവശ്യം ഇവരുടെ പണ്ടത്തെ ലൈഫ് എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നെല്ലാം നല്ല രീതിയിൽ അവർ എക്സിബിറ്റ് ചെയ്ത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ഹിസ്റ്ററിയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. എന്നാലും വർത്ത് വിസിറ്റിംഗ് ആണ്. കുറേ കാര്യങ്ങൾ കാണാനും മുമ്പ് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നിയത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തൊക്കെ കണ്ടു. കുറച്ച് ഏൻഷ്യൻ്റ് ഹിസ്റ്ററിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും വെഹിക്കിൾസും ഒരു യുദ്ധത്തിന് ഉപയോഗിച്ച കുറച്ച് ഇതും നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ കണ്ട് ഇതെല്ലാം കണ്ടു. അപ്പോൾ ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് ഏരിയയാണ്. നല്ല രസമുണ്ടാണ്. അവിടെ ഒരു ആപ്പിൾ ട്രീ ഉണ്ട്. ഞാൻ ആപ്പിൾ ട്രീ കാണിച്ചു തരാവേ. ആപ്പിൾ ട്രീ ആട്ടെ കാണുന്നേ. എന്തോരം ആപ്പിളാ താഴെ വീണ് നശിച്ച് കിടക്കുന്നത് നോക്ക്. മൊത്തം ആപ്പിളാ. എനിക്ക് വേണ്ട. അവിടെ ഇരിക്കെ. ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഞാനും കൂടെ ഇരുന്നോട്ടെ. കേറിക്കോ. ഹെൽപ്പ് ചെയ്യാം. എന്റെ കൈ വേണ്ട അവിടെ പിടിച്ച് കയറിയാൽ മതി. അതിൽ കാലം വെക്ക്. ഇനി ഇവിടെ പിടിക്ക്. ഓ മൈ ഗോഡ്. അതാവി അടുത്ത ഹോളിൽ കാലം വെക്ക്. ഇവിടെ പിടിക്ക്, ഈ കയറി പിടിക്ക്. അങ്ങോട്ട് ഇറങ്ങും. ദാവി ഇനി അതിൽ കൂടെ കയറി വന്നേ. കയറി അകത്തോട്ട് വാ. ഇവിടെ എന്നത്ത് കയറി ഇരുന്നേ. ദാവി അവിടെ പോയിരുന്നേ. ദാവി ഈ ഊട്ടി അവിടെ പോയിരുന്നൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് പണ്ട് ഇവർ യൂസ് ചെയ്തിരുന്ന പ്രിൻറ്റിങ് മെഷീനൊക്കെയാണ്. പ്രിൻറ്റിങ് മെഷീനും അതിൻ്റെ മോൾഡ്സും ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൽഫബറ്റ്സൊക്കെ പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
പിന്നെ അതേ അവിടെ നിന്ന് അവിടെ പരിപ്പും ഇതൊക്കെ ഇതൊരു പണ്ടത്തെ ബേക്കറി ആട്ടത്. അപ്പോൾ അവിടെ അത് ത്രാസും പിന്നെ നമ്മുടെ പരിപ്പ് പയറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പല ഭരണികൾ, എണ്ണക്കുപ്പികൾ, പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു മോഡലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. പണ്ടത്തെ പോസ്റ്റ് ഓഫീസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇത് പണ്ടത്തെ ഫാർമസിയുടെ മോഡലാണ്. പണ്ടത്തെ മരുന്നുകുപ്പികളും ഡിസ്പെൻസിങ് സ്റ്റേഷനും എല്ലാമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എല്ലാ ഡ്രഗ്സും കുപ്പികളും ടാബ്ലറ്റ്സും മരുന്നൊക്കെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സാധനങ്ങളും എല്ലാം ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പണ്ടത്തെ മോഡലിൽ JCB ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. JCBയുടെ കൈയാണ് അപ്പോൾ അതേ സൈഡിൽ. കാരണം ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ തന്നെ വേറൊരു മോഡലുള്ള JCB ഇരിപ്പുണ്ട്. ഈ ബ്ലൂ കളറിലിരിക്കുന്ന സാധനം എന്താണെന്നൊന്നും വലിയൊരു ഐഡിയ കിട്ടിയില്ല. പക്ഷെ മറ്റേ രണ്ടും JCB ആണ്. ഈ കാണുന്ന പച്ച സാധനം ഉണ്ടല്ലോ, ഇത് ടീപോട്ടാണ് ചായയൊക്കെ ഒഴിച്ച് വെക്കുന്നത്. പണ്ടത്തെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പടം ഞാനിവിടെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി. എല്ലാവരും ഓരോ ബെഞ്ചിലിരുന്ന് അങ്ങനെ നമ്മൾ മ്യൂസിയം ഒക്കെ കണ്ടിറങ്ങി. ഇനി നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ചേച്ചി? ബിൻചേച്ചിയുടെ നമ്മൾ ബിൻചേച്ചിയുടെ അവിടെ ലഞ്ച് കഴിക്കാൻ പോവാ. ഈ ഊട്ടി ഭയങ്കര വ്ളോഗറാട്ടോ. ഇപ്പോൾ ഭയങ്കര വ്ളോഗിങ്ങാണ് ഈ ഊട്ടി, ഫോണൊക്കെ എടുത്തോണ്ട്. ബ്യൂട്ടി വ്ളോഗിങ്ങാ. ലിപ് ബാം എങ്ങനെ യൂസ് ചെയ്യാം. അറിയോടാ അങ്ങനെ മ്യൂസിയൊക്കെ കണ്ട് നമ്മൾ ബിൻചേച്ചിയുടെ വീട്ടിൽ വന്ന് ഇവിടെ ഇരുന്ന് പറക്കം നൽകിയ സിനിമയൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ബിൻചേച്ചി നമുക്ക് നല്ല അടിപൊളി കപ്പ ബിരിയാണിയും പിന്നെ റൈസും ഇറച്ചിക്കറിയല്ല ചിക്കൻ കറിയൊക്കെ തന്നു. അപ്പം ഈ ഇറച്ചിക്കറി നമ്മൾ പുതിയ ബീഫിനല്ല പറഞ്ഞത്, എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ റൈസും ചിക്കൻ കറിയും നല്ല അടിപൊളി കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളത്തേക്കുള്ള ഓണപരിപാടിക്കുള്ള ചെറിയ സഹായങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനത് കഴുകിയിട്ടില്ല. ഒന്ന് നട്ട വെച്ചില്ലേ? കൃഷിയൊന്നും ആപ്പിളൊന്നും നട്ടില്ലേ? ആപ്പിളാണ് ശരിയാവോ നടത്തില്ല. ആപ്പിള് മുന്തിരി കൊണ്ട് വെച്ചിട്ടുണ്ട്. മുന്തിരി ഞാൻ പണി ചെയ്യുന്ന പോലെ കാണിക്കട്ടെ. അത് പറയുന്നത് ഞങ്ങൾ ബിൻചേച്ചിയുടെ അടുത്തൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ നെക്സ്റ്റ് ഓണത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പാർ അരിയണു, അവിയൽ വെക്കുന്നു, അങ്ങനത്തെ ഇതൊക്കെ നടക്കണം. പിള്ളേരെയും കൊണ്ട് അച്ഛനും അച്ഛനൊക്കെ കൂടെ പിള്ളേരെയും കൊണ്ട് പാർക്കിലോട്ട് പോയി. അങ്ങനെ ഇവിടെ സ്വസ്ഥവും സമാധാനമായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാതെയായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ. ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറയട്ടെ, വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണം. താല്പര്യമുണ്ടെങ്കിൽ ഒരു കമൻറ്റും കൂടെ ഇട്ടേക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ ഓഫ് കോഴ്സ് ഓണം വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.